ഒന്ന് വിളിച്ചു. അപ്പോൾ ഇയാൾ നടത്തത്തിൻ്റെ സ്പീഡ് കുറച്ച് കൂട്ടി. അപ്പോൾ ഞങ്ങൾ വണ്ടി ഉടനെ നിർത്തിയിട്ട് ഞാൻ ഡാ 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 എന്ന് വിളിച്ചു. എന്നിട്ട് അപ്പോൾ ഇവൻ തിരിഞ്ഞു നോക്കി കുറച്ച് ഓടേണ്ട രീതിയിലേക്ക് ഡാ ഗോവിന്ദചാമി എന്ന് വിളിക്കുകയും ഇവൻ ഉടനെ തന്നെ തൊട്ടടുത്ത് ഒരു പോക്കറ്റ് റോഡിലേക്ക് കയറി ഓടുകയും ചെയ്തു. ഗോവിന്ദചാമി പിടിക്കപ്പെടുന്ന സംഭവത്തിൽ അയാൾ പുറത്തിറങ്ങിയതിനു ശേഷം അയാളെ തിരിച്ചറിയുന്നതിലൊക്കെ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഒരാളാണ് വിനോജ്. എനിക്കും പെൺകുഞ്ഞുങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അത്രയ്ക്കൊരു മാനസിക സംഘർഷത്തിലായിരുന്നു ഞാനും ഓഫീസിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വരുന്ന വഴിക്ക് ആണ് ഇങ്ങനെ ഒരു സംഭവം കണ്ട് അപ്പോൾ ജസ്റ്റ് അടുത്ത് ഇയാളുടെ തൊട്ടടുത്ത് എത്തിയപ്പോഴാണ് എനിക്ക് ബെറ്റർ ഡൗട്ട് വന്നത്, ഇങ്ങനെ ഒരാളാണോ, ഒരു യാചകനൊക്കെ പോകുന്ന പോലെ ഇങ്ങനെ അലക്ഷ്യമായിട്ടും എല്ലാം നടന്നു പോകുന്നുണ്ടായിരുന്നു. എനിക്ക് സംശയം തോന്നി. ഇപ്പോൾ കാരണം നമ്മളൊക്കെ കണ്ടിട്ടുള്ള ഈ വ്യക്തി എന്ന് പറയുന്നത് ഒരു താടിയൊന്നും ഇല്ലാത്ത ഒരാളായിരുന്നു. അപ്പം എനിക്ക് വീണ്ടും ഒരു കൺഫേം ചെയ്യാൻ ഒരു ഡൗട്ട് വന്നതുകൊണ്ട് ഞാൻ സ്കൂട്ടർ കുറച്ചുകൂടെ മുമ്പിലേക്ക് നിർത്തി ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായത് അയാൾക്ക് ഒരു കൈയില്ല. കാരണം ഈ കൈ ഒരു തലയിൽ ചെറിയ തുണിക്കെട്ടുണ്ടായിരുന്നു, അതിനുള്ളിൽ ഈ കൈ തിരികെ വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അയാളെ വിളിച്ചു, ഒന്ന് വിളിച്ചു. അപ്പോൾ ഇയാൾ നടത്തത്തിൻ്റെ സ്പീഡ് കുറച്ച് കൂട്ടി. അപ്പോൾ ഞങ്ങൾ വണ്ടി ഉടനെ നിർത്തിയിട്ട് ഞാൻ ഡാ 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 എന്ന് വിളിച്ചു. എന്നിട്ട് അപ്പോൾ ഇവൻ തിരിഞ്ഞു നോക്കി കുറച്ച് ഓടേണ്ട രീതിയിലേക്ക് ഡാ ഗോവിന്ദചാമി എന്ന് വിളിക്കുകയും ഇവൻ ഉടനെ തന്നെ തൊട്ടടുത്ത് ഒരു പോക്കറ്റ് റോഡിലേക്ക് കയറി ഓടുകയും ചെയ്തു. അപ്പോൾ ഞങ്ങൾ പുറകെ ഓടി, ഇവൻ്റെ പുറകെ തന്നെ. അപ്പോൾ ഒരു 10-20 മീറ്ററോളം കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു വീടിൻ്റെ പണി നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ വലിയൊരു മതിലാണ്, വലിയൊരു കാടുമാണ്. അപ്പോൾ ചെന്നപ്പോഴേക്കും ഇവൻ ഈ കാട് എടുത്ത് ചാടി പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വിനോജ്, തിരിച്ചറിഞ്ഞ ഒരു നിമിഷം എന്ന് പറയുന്നതാണ് നമ്മളിൽ പലർക്കും ഇന്ന് രാത്രി സമാധാനമായി കിടന്നുറങ്ങാൻ കഴിയുന്ന സാഹചര്യമുള്ളത്.